സർ, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ നടക്കുന്ന പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ സോനം വാങ്ചുക് ഇതാ നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. സോനം വാങ്ചുക് മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്ന് ജെ.പി. നദ്ദയും ജിതേന്ദ്ര സിംഗും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വാക്കു നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതാ ബി.ജെ.പിക്കെതിരായി മുരളി മനോഹർ ജോഷിയുടെ ഒരു പ്രസ്താവന. പ്രതിഷേധം കൂടുതൽ കനപ്പിക്കും എന്ന് പറയുന്ന സി.ജെ.പിയുടെ ഒരു പ്രസ്താവന. ഒപ്പം സി.ജെ.പി നേതാവ് അഭിജിത്ത് ദീപ്കറിനെ കാണാനില്ലേ, അല്ലെങ്കിൽ അഭിജിത്ത് സ്ഥലത്തില്ലേ എന്നതിനെ ചുറ്റിപ്പറ്റി ഒരു തിരിയുന്ന ആശങ്ക. പ്രതിഷേധത്തിന്റെ ഇത്രയേറെ സംഭവ വികാസങ്ങളെ എങ്ങനെ വിലയിരുത്താം? ഇന്ത്യ മുഴുവൻ വളരെ പെട്ടെന്ന് ആളിപ്പടർന്ന യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സോണം വാങ്ചുക് ഇത്രയും ദിവസം നടത്തിവന്ന നിരാഹാരം കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹം അവസാനിപ്പിച്ചു. തന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു എന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അത് അംഗീകരിക്കപ്പെടും എന്ന് തോന്നുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ രാജിയാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതെന്തായാലും ഉണ്ടാകില്ല. ഉണ്ടാകുമെങ്കിൽ അത് പ്രധാനമന്ത്രി, ബി.ജെ.പി, എൻ.ഡി.എ ഒക്കെ തോറ്റ് അവരുടെ മുന്നിൽ മുട്ടുകുത്തി എന്നാണ് അർത്ഥം. അതിനെന്തായാലും ഈ ഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോണം വാങ്ചുക്കിനെ ബി.ജെ.പി തങ്ങളുടെ പക്ഷത്ത് നിർത്തി എന്ന് ചില വ്യാഖ്യാനങ്ങൾ കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹവുമായി മന്ത്രിമാർ നിരന്തരമായി ചർച്ച നടത്തി. തന്നെ വന്ന് കണ്ട് ചർച്ച നടത്തണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. 40-ലധികം പാർലമെന്റ് അംഗങ്ങളും അദ്ദേഹത്തെ സന്ദർശിച്ചു. അവരെല്ലാം നിരാഹാരം അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല എന്നാണ് സി.ജെ.പി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മന്ത്രിമണ്ഡല ഓഫീസിൽ പോയി ചർച്ച നടത്താൻ തങ്ങൾ തയ്യാറല്ല. 24 മണിക്കൂറിനകം 4 ചർച്ചയ്ക്കുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടും അവർ സ്വീകരിച്ചില്ല എന്നാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര പ്രസാദ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഒന്ന് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബ്ബ് പോലെയുള്ള സർക്കാരിന്റെ സംവിധാനവുമായി ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് ചർച്ച നടത്തണം. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് സംസാരിക്കുന്നത്. എല്ലാ സമരവും അനന്തകാലത്തേക്ക് പോകാനുള്ളതല്ല. സമരം തീർച്ചയായും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒത്തുതീർപ്പിലെത്തിയോ അല്ലാതെയോ സമരം നിർത്തേണ്ടി വരും. പക്ഷേ ഇതുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ വിഷയം. ഞാൻ സോണം വാങ്ചുക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മൾ അണ്ണാ ഹസാരെ ഓർമ്മയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മൗനവ്രതം അനുഷ്ഠിച്ചതായും വാർത്ത ഉണ്ടായിരുന്നു. അത് എം.എൻ. വിജയൻ പണ്ട് ഒരു വളരെ ഗംഭീരമായൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ചില ചരിത്ര ഘട്ടങ്ങളിൽ ചരിത്രത്തിന് മുന്നോട്ട് പോകാനുള്ള ഇന്ധനമായി ചില സംഭവങ്ങളും ചില വ്യക്തികളും ഉണ്ടാകും. അണ്ണാ ഹസാരെ അങ്ങനെ ചരിത്രത്തെ മുന്നോട്ട് നയിച്ച, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയ ഒരു ചരിത്രഘട്ടത്തിൽ ഒരു സമരത്തിന്റെ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന അഴിമതിക്കെതിരായ വലിയ ജനകീയ മുന്നേറ്റം, അരവിന്ദ് കെജ്രിവാൾ, ശാന്തി ഭൂഷൺ, പ്രശാന്ത് ഭൂഷൺ, കിരൺ ബേഡി തുടങ്ങിയ ആൾക്കാരൊക്കെ അണിനിരുന്ന ആ പ്രക്ഷോഭത്തിന്റെ മുഖമായി മുൻനിരയിൽ നിൽക്കുകയും 2011 ഏപ്രിൽ 5-ാം തീയതി മുതൽ ആദ്യം ജന്തർ മന്ദിറിലും പിന്നെ രാംലീല മൈതാനത്തും ഒക്കെ നിരാഹാര സമരം അനുഷ്ഠിക്കുകയും അത് ലോക്പാൽ ബിൽ ശക്തമായ രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ള ആവശ്യമായിരുന്നു. അന്ന് ഭരിച്ചിരുന്ന UPA സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയായിരുന്നു. അപ്പം UPA സർക്കാരിനെതിരായിട്ടുള്ള വലിയ മൂവ്മെന്റായി ഈ പ്രസ്ഥാനം വളരുകയും ചെയ്തു. അത് പാർലമെന്റിൽ അവതരിപ്പിക്കാം എന്ന ഉറപ്പിന്മേലാണ് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. പ്രക്ഷോഭം അവിടെ അവസാനിച്ചുവെങ്കിലും അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനരോഷത്തിന് അന്ന് 2G സ്പെക്ട്രം അഴിമതി ഉണ്ടായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ അഴിമതി നടന്നു. അങ്ങനെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾക്ക് നടുവിൽ നിന്ന സർക്കാരിനെ 2014 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ താഴെ ഇറക്കുകയും BJP അധികാരത്തിൽ ഏറ്റപ്പെടുകയും ചെയ്തു. അപ്പൊ അന്ന് M.N. വിജയന്റെ ഞാൻ ഈ പറഞ്ഞ വാക്യം കടമെടുത്ത് പറഞ്ഞാൽ ആ ചരിത്രഘട്ടത്തിലെ ഇന്ധനമായിരുന്നു അണ്ണാ ഹസാരെ. അതിൽ നിന്നാണ് പിന്നെ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ ബദൽ പാർട്ടി ഉണ്ടാക്കി 2 സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ കയറി. പക്ഷെ അണ്ണാ ഹസാരെ ഏതാണ്ട് നിഷ്ക്രിയനായി ചരിത്രത്തിൽ നിന്ന് പിൻവാങ്ങി.
അദ്ദേഹം ഇന്ധനമായി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ ഒരു ഇന്ധനമായിരുന്നു സോനം വാങ്ചുക്. അദ്ദേഹം ഈ സമരത്തിന്റെ ഈ ഘട്ടത്തിൽ അത് വളരെ ത്യാഗപൂർണമായ നിശ്ചയദാർഢ്യമുള്ള ഗാന്ധിയൻ സമരരീതിയാണ് നിരാഹാരം. അദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കാതെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ തുടരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ കൈവിടാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഏതായാലും അദ്ദേഹം സമരം അവസാനിപ്പിച്ചത് നന്നായി. അപ്പൊ ഈ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി ഈ സമരത്തെ മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ നിരാഹാരം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതിന്റെ പ്രതിഫലനം BJPക്കകത്തും ഉണ്ടായിട്ടുണ്ട്. മുതിർന്ന BJP നേതാവായ മുരളി മനോഹർ ജോഷിയുടെ പ്രസ്താവന മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ പ്രകടിപ്പിക്കുന്ന ഉത്കണ്ഠയും ആശങ്കയും യാഥാർത്ഥ്യ ബോധമുള്ളതാണ് എന്ന് കഴിഞ്ഞ ദിവസം എക്സിൽ അദ്ദേഹം കുറിച്ചു. മാത്രമല്ല പോലീസിന്റെ നടപടിയെ അദ്ദേഹം ദയാരഹിതം എന്നാണ് വിശേഷിപ്പിച്ചത്. അത് അമിത ബലപ്രയോഗം വലിയ വിഭാഗത്തെ വികസിത ഭാരതമെന്ന ദേശീയ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റും എന്ന വലിയ മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ BJPക്കകത്ത് ഈ പ്രക്ഷോഭം കുലുക്കങ്ങൾ ഉണ്ടാക്കുന്നു, ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മോഡി ഇതുവരെ സംസാരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിക്കുക മാത്രമല്ല അദ്ദേഹം രാത്രി അതിനെക്കുറിച്ച് വിമർശനം ഉണ്ടായി. രാത്രി 12 മണിക്കോ ആ സമയത്താണ് ഒരു വീഡിയോ വിദ്യാർത്ഥികളോടുള്ള അഭ്യർത്ഥനയായിട്ട് അദ്ദേഹം ഇട്ടത്. പക്ഷെ പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടില്ല. അതുപോലെ പാർലമെന്റിൽ ചർച്ച ഉണ്ടായില്ലായിരുന്നു എങ്കിലും സ്വമേധയാ പ്രധാനമന്ത്രിക്ക് പ്രസ്താവന നടത്തുമായിരുന്നു. അത് നടത്താൻ പറ്റിയനമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തിട്ടില്ല. ഇനി അത് ചെയ്യും എന്നാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രസ്താവനകൾ വെളിപ്പെടുത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ട്. ആദ്യം മിണ്ടില്ലായിരുന്നു. ഇപ്പൊ മലയാളത്തിൽ ചൊല്ലേണ്ട മൂട്ടിൽ തീ പിടിച്ചാൽ ആരും ഓടും മിണ്ടും. അതാണ് മിണ്ടാത്ത മോഡി മിണ്ടാൻ ആരംഭിച്ചു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു രാഷ്ട്രീയ പ്രത്യാഘാതം. ഒരു ചർച്ചയും പറ്റില്ല എന്ന് കഠിനമായ നിലപാടെടുത്ത കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ഞാൻ ആദ്യം പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ 4 തവണ ഞങ്ങൾ ഈ പ്രക്ഷോഭകരുമായി ചർച്ച നടത്താം എന്ന് പറഞ്ഞിട്ടും അവർ പ്രതികരിച്ചില്ല. അപ്പം പന്ത് ഇപ്പോൾ സർക്കാരിന്റെ കയ്യിലല്ല, പ്രക്ഷോഭകരുടെ കയ്യിലാണ്. അജണ്ട നിശ്ചയിക്കുന്നത് അവരാണ്. അപ്പൊ ആ ലെവലിലേക്ക് മാറി. ഇത് കേന്ദ്രസേന പല സംസ്ഥാനങ്ങളിൽ നിന്ന് അധികമായി വിന്യസിച്ചു. ഡൽഹിയിലെ പ്രക്ഷോഭ കേന്ദ്രത്തിലേക്ക് ആൾക്കാർ എത്താതിരിക്കാൻ വേണ്ടി മെട്രോ സർവീസ് നിർത്തലാക്കി. പിന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മുഴുവൻ തടസ്സപ്പെടുത്തി. എന്നിട്ടും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും കർഷകർ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾ, പിന്നെ വിദ്യാർത്ഥികൾ, യൂണിഫോമിലുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെ നാനാ വിഭാഗം ആൾക്കാരും ജന്തർ മന്ദിറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇനി രാഷ്ട്രീയ അനുരഞ്ജനമല്ലാതെ ഒരു വഴിയും കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ അവശേഷിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ചരിത്രത്തിൽ ഇന്ധനമായി ചിലർ പിൻവാങ്ങിയാൽ പോലും ഒരുപക്ഷെ ഈ പ്രസ്ഥാനം CJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആയിട്ടില്ല. ആകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഭിജിത് ദീപ്കെ എന്ന അതിന്റെ സ്ഥാപകൻ ഭാവിയിൽ രാഷ്ട്രീയ രംഗത്ത് വരുവോ ഇല്ലയോ എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു BJP ഗവൺമെന്റിന്റെ 3ാം ഊഴത്തിൽ അവർ ഇതുവരെ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണ് യുവജനങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ജെൻസി തലമുറ എന്നൊക്കെ പറയുന്നവർക്ക് ഒറ്റ പ്രധാനമന്ത്രിയെ മാത്രമേ അറിയുകയുള്ളൂ. അത് നരേന്ദ്രമോദിയാണ്. അവർ ജനിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന കാലം മുതൽ അദ്ദേഹമാണ് പ്രധാനമന്ത്രി. അപ്പൊ ഒരു വിധത്തിലുള്ള പിന്നെ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒക്കെ ഭീഷണികൾക്ക് മുന്നിലും അവരൊന്നും വഴങ്ങാൻ തയ്യാറില്ല. അവർക്ക് ആരെയും ഭയമില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇത് BJPക്ക് മാത്രമല്ല, അവസാന നിമിഷം പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ടിറങ്ങിയ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾക്കും കൂടിയുള്ള മുന്നറിയിപ്പാണ്. തങ്ങളുടെ ഒന്നും രാഷ്ട്രീയ തെറ്റൂരങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല പുതിയ തലമുറ. കാര്യം ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളും വലിയ പാഠം പഠിച്ചിട്ടുണ്ട്. ആദ്യം വാർത്തകൾ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചിരുന്നു. അവസാനം പ്രക്ഷോഭം ഈ ലെവലിൽ വളർന്നു വന്നതിന് ശേഷമാണ് അവർ വാർത്തകൾ കൊടുക്കാൻ ആരംഭിച്ചത്. ഇന്റർനെറ്റിലൂടെയുള്ള, സോഷ്യൽ മീഡിയയിലൂടെയുള്ള വാർത്താ പ്രചാരണമായിരുന്നു. ഇന്റർനെറ്റ് അധിഷ്ഠിത
മാധ്യമങ്ങളിലൂടെയുള്ള വാർത്താ പ്രചാരണം മുഖ്യധാര മാധ്യമങ്ങളെ നിഷ്പ്രഭമാക്കുകയും അപ്രസക്തമാക്കുകയും ചെയ്തു. അങ്ങനെ പല ലെവലിൽ ഈ പ്രക്ഷോഭം ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം അടുത്തത് എന്ത് സംഭവിക്കും എന്ന്. യെസ്, എന്തായാലും പ്രതിഷേധ സമരങ്ങൾ ഏത് നിലയിലേക്ക് ഇനി മാറാനായിരിക്കും സാധ്യത എന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും സോനം വാങ്ചുക് മുന്നോട്ട് വച്ച ചില ഉടമ്പടികളിൽ ചിലത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ സോനം വാങ്ചുക് ഉപവാസ സമരം അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ CJP നടത്തുന്ന സമരവുമായി തങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് CJP പറയുന്നത്. അതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കപ്പുറത്തേക്ക് മറ്റൊരു ഉടമ്പടിക്കും തങ്ങൾ തയ്യാറല്ല എന്നാണ് CJP അവകാശപ്പെടുന്നത്. അതുകൊണ്ടുകൂടി പ്രദീപ് സാർ ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ യുദ്ധം ഏത് നിലയിലേക്ക് അവസാനിക്കും എന്ന് കണ്ടറിയേണ്ടി വരും. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.